ഹലോ ഓൾ, ഇന്ന് ഹിസ്റ്റോപാത്തോളജിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാത്തോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഹിസ്റ്റോപാത്തോളജി. എന്താണ് ഹിസ്റ്റോപാത്തോളജി? ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് വേരിയസ് ഹ്യൂമൻ ടിഷ്യൂ. സിംപ്ലി ഒരു ഹ്യൂമൻ ടിഷ്യൂവിൻ്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനെയാണ് നമ്മൾ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടിഷ്യൂസ് ഫോർ ഹിസ്റ്റോപാത്തോളജിക്കൽ അനാലിസിസ്. ഏതൊക്കെ ടിഷ്യൂസാണ് ഹിസ്റ്റോപാത്തോളജിക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ ടിഷ്യൂസ് എടുക്കുന്നത്. ഒന്ന് ബയോപ്സി, രണ്ട് ഓട്ടോപ്സി. ബയോപ്സി തന്നെ 3 തരമുണ്ട്. എക്സിഷണൽ ബയോപ്സി, ഇൻസിഷണൽ ബയോപ്സി, നീഡിൽ ബയോപ്സി ഓർ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ. ഇനി ബയോപ്സി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ പീസ് ഓഫ് ലീഷൻ ഓർ എ ട്യൂമർ റിമൂവ്ഡ് ഫ്രം ലിവിങ് ടിഷ്യൂ ഫോർ ഡയഗ്നോസിസ് ബിഫോർ ഫൈനൽ റിമൂവൽ ഓഫ് ദി ലീഷൻ ഓർ ട്യൂമർ ഫ്രം ദ ബോഡി. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു ട്യൂമർ ഓർ എ ലീഷൻ, അതിൽ നിന്നും ഒരു സ്മോൾ പീസ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ബയോപ്സി എന്ന് പറയുന്നത്. ഇനി ദ പർപ്പസ് ഓഫ് ബയോപ്സി സ്പെസിമെൻ ഇസ് ടു ഡയഗ്നോസ് ഓർ എസ്റ്റാബ്ലിഷ് ദ കോസ് ഓഫ് ഡിസീസ്. അപ്പോൾ ബയോപ്സി എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ആ ഡിസീസിൻ്റെ കാരണം മനസ്സിലാക്കാനും അത് ഡയഗ്നോസ് ചെയ്യാനും സാധിക്കും. ഇനി 3 തരം ബയോപ്സി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് എക്സിഷണൽ ബയോപ്സി. ദിസ് ഈസ് യൂസ്ഡ് ഫോർ അസസിങ് ട്യൂമേഴ്സ് ഓഫ് ദ സ്കിൻ, ബ്രസ്റ്റ്, upper respiratory tract and upper gastrointestinal tract. Okay. In such cases, the entire tumor and the surrounding normal tissue margin is completely removed. അപ്പോൾ എക്സിഷണൽ ബയോപ്സിയുടെ പ്രത്യേകത എന്താണ്? എൻറ്റയർ ട്യൂമറും അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂവും റിമൂവ് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്യുന്നതിനാണ് എക്സിഷണൽ ബയോപ്സി. So next one, incisional biopsy. This is used when the mass of tissue is too large to be removed. Only a small portion of the tissue is removed. അപ്പോൾ ഒരു ലാർജ് മാസ് ഓഫ് ട്യൂമറോ ഒരു ലീഷനോ ആണെങ്കിൽ അതിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് മാത്രം ഹിസ്റ്റോപാത്തോളജിക്ക് അയക്കുന്നുവെങ്കിൽ അതാണ് ഇൻസിഷണൽ ബയോപ്സി. ദ ടിഷ്യൂ റിമൂവ്ഡ് ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ ട്യൂമർ. അപ്പോൾ ഇതിൽ നിന്നൊരു സ്മോൾ പീസാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ആ സ്മോൾ പീസ് ഈ ഒരു എൻറ്റയർ ട്യൂമറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ട് മാത്രമാണ്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയ പീസിൽ നിന്നും ആ ട്യൂമറിൻ്റെ കംപ്ലീറ്റ് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അടുത്തത് നീഡിൽ ബയോപ്സി ഓർ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, FNA. This is used for suspicious mass growth that are not easily accessible, such as deep growth in the breast, lungs, kidney and liver. ഇപ്പോൾ നീഡിൽ ബയോപ്സി യൂസ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? ബ്രസ്റ്റ്, ലങ്സ്, കിഡ്നി, ലിവർ ഇവിടെയൊക്കെ ഒരു സസ്പീഷ്യസ് മാസ് ഉണ്ടെങ്കിൽ, അവിടെ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ട്, നമുക്കത് വിച്ച് ഇസ് നോട്ട് ഈസിലി ആക്സസിബിൾ, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ഓർ നീഡിൽ ബയോപ്സി ചെയ്യുന്നത്. അടുത്തത് ഓട്ടോപ്സി. This is a tissue obtained from a dead body to study or diagnose the cause of death. അപ്പോൾ ഡെഡ് ബോഡിയിൽ നിന്നെടുക്കുന്ന പീസ് ഓഫ് ടിഷ്യൂ ആണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും അത്? ഒന്നെങ്കിൽ ആ ഡെഡ് ബോഡിയെക്കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ആ മരണകാരണം അറിയാൻ വേണ്ടിയിട്ടുമായിരിക്കും നമ്മൾ ഓട്ടോപ്സി ശേഖരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് സച്ച് സ്റ്റഡി ഈസ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോപ്സി എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ഹിസ്റ്റോളജിക്കൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഹിസ്റ്റോപാത്തോളജിക്ക് വേണ്ട ഒരു സ്പെസിമെൻ നമ്മൾ 3 രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വൺ ഈസ് ഹോൾ മൗണ്ട്, രണ്ടാമത്തത് സെക്ഷൻസ്, മൂന്നാമത്തത് സ്മിയേഴ്സ്. ഫസ്റ്റ് വൺ ഹോൾ മൗണ്ട്. ദീസ് ആർ പ്രിപ്പറേഷൻ ഓഫ് എൻറ്റയർ അനിമൽ. ഒരു ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് ഹിസ്റ്റോപാത്തോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ അതാണ് ഹോൾ മൗണ്ട്. എക്സാമ്പിൾ ഫംഗസ്, പാരസൈറ്റ്. And these preparation should be no more than 0.2 to 0.5 millimeter in thickness. അപ്പോൾ ഹോൾ മൗണ്ടിൻ്റെ സൈസ് എത്രയായിരിക്കണം? 0.2 to 0.5 millimeterന് താഴെ ആയിരിക്കണം. നെക്സ്റ്റ് സെക്ഷൻസ്. അപ്പോൾ ഹിസ്റ്റോപാത്തോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻ സെക്ഷൻസ് ആണ്. ആൻഡ് ദ ടിഷ്യൂ ഇസ് കട്ട് ഇൻ ടു അബൌട്ട് 3 to 5 millimeter thick pieces processed and 4 to 6 microns thick sections are cut on a മൈക്രോട്ടോം. 3 to 5 millimeter തിക്നെസ് ഉള്ള ടിഷ്യൂ ആണ് നമ്മൾ ആ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നത്. ആൻഡ് 4 to 6 മൈക്രോൺസ് തിക്ക് സെക്ഷൻസ് ആണ് മൈക്രോട്ടോമിലൂടെ കട്ട് ചെയ്ത് കിട്ടുന്നത്. മൈക്രോട്ടോമിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻസിനെ നമുക്ക് സ്റ്റെയിൻ ചെയ്ത് പെർമനൻ്റ്ലി മൗണ്ട് ചെയ്യാൻ പറ്റും. അടുത്തത് സ്മിയേഴ്സ്. സ്മിയേഴ്സ് ആർ മെയ്ഡ് ഫ്രം ബ്ലഡ്, ബോൺ മാരോ ഓർ എനി ഫ്ലൂയിഡ് സച്ച് ആസ് പ്ലൂറൽ ഓർ അസൈറ്റിക് ഫ്ലൂയിഡ്.
സോ സ്മിയേഴ്സ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബ്ലഡ് അല്ലെങ്കിൽ അസൈറ്റിക് ഫ്ലൂയിഡ് പോലുള്ള ഫ്ലൂയിഡായിട്ടുള്ള സ്പെസിമെൻ കിട്ടുകയാണെങ്കിലാണ് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത്. These are immediately fixed in alcohol to preserve the cellular structure and then stain. അപ്പോൾ കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ ആൽക്കഹോളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അത് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത്? അതിൻ്റെ സ്ട്രക്ചർ, സെല്ലുലാർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ശേഷമാണിത് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നോക്കാൻ പോകുന്നത് ഒരു സ്പെസിമെൻ ലാബിൽ എത്തുന്നത് തൊട്ട് ഫൈനലി മൗണ്ടിങ് വരെയുള്ള സ്റ്റെപ്സാണ്. അതിൽ ആദ്യത്തെയാണ് റിസീപ്റ്റ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. Tissue specimen received in the laboratory have a request form that lists the patient information and history along with a description of the site of origin. സോ എന്താണ് റിസീപ്റ്റ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ? ഒരു സ്പെസിമെൻ ലാബിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ടായിരിക്കണം. ആ റിക്വസ്റ്റ് ഫോമിൽ പേഷ്യൻ്റ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം, പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കണം, ഏത് സൈറ്റിൽ നിന്നാണ് ഈ സാമ്പിൾ എടുത്തിരിക്കുന്നതെന്നുള്ള ഇൻഫർമേഷനും ഉണ്ടായിരിക്കണം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റെസിപ്റ്റ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അടുത്തത് ലേബലിംഗ് ഓഫ് ദ സ്പെസിമെൻ വിത്ത് നമ്പറിംഗ് ആൻഡ് ഗ്രോസിംഗ്. ദ സ്പെസിമെൻ ആർ അക്സഷൻഡ് by giving them a number that will identify each specimen for each patient. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന സാമ്പിളിന് കറക്റ്റായിട്ടൊരു നമ്പർ കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്പർ കൊടുത്തതിന് ശേഷം ഈ ടിഷ്യൂവിന് എന്ത് ചെയ്യണം? കറക്റ്റായിട്ടൊരു സ്മോൾ പ്ലാസ്റ്റിക് കാസറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അതൊരു പാത്തോളജിസ്റ്റോ ഒരു പാത്തോളജി അസിസ്റ്റൻറ്റോ ആണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടിഷ്യൂ പ്രോസസ്സിങ്ങിലേക്ക് പോകാം. അതിൻ്റെ സ്റ്റെപ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഫിക്സേഷൻ, ദെൻ ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇൻഫിൽട്രേഷൻ ഓർ ഇംപ്രഗ്നേഷൻ, എംബഡിങ്, സെക്ഷൻ, ദെൻ സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. ഇത്രയും സ്റ്റെപ്സാണ് ടിഷ്യൂ പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സേഷൻ. എന്താണ് ഫിക്സേഷൻ? It is a preservation after death of the shape, structure and chemical constituent of the tissue and cells. സോ നമ്മുടെ കയ്യിലുള്ള സ്പെസിമെൻ്റെ ഷേപ്പ്, സ്ട്രക്ചർ, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു മെത്തേഡാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരം ചേഞ്ചസ് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഒരു റീസണാണ് ഓട്ടോലിസിസ്. ഇറ്റ് ഈസ് എ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ടിഷ്യൂസ് ആഫ്റ്റർ ഡെത്ത് ബൈ എൻസൈം. ചില എൻസൈമിൻ്റെ റിയാക്ഷൻ കൊണ്ട് ടിഷ്യൂസ് സ്വന്തമായി തന്നെ ബ്രേക്കായി പോകുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജാണ് ഓട്ടോലിസിസ് എന്ന് പറയുന്നത്. വേറൊരു കാരണമാണ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ ചേഞ്ചസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് സച്ച് ആസ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ആക്ഷൻ കൊണ്ടാണ് പ്യൂട്രിഫാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം ചേഞ്ചസ് വരാതിരിക്കാനാണ് ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അത്തരം ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്ത് ചെയ്യണം? ഓട്ടോലിസിസും പ്യൂട്രിഫാക്ഷനും പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഫിക്സേറ്റീവിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ് ഇറ്റ് പ്രിവെൻറ്റ് ഓട്ടോലിസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്പെസിമെൻ്റെ വോളിയത്തിനേക്കാളും 15 to 20 ടൈംസ് ഹൈ ആയിരിക്കണം. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫിക്സേറ്റീവിന് എക്സാമ്പിളാണ് 10% ഫോർമാലിൻ. ഒരുപാട് ടൈപ്പ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. ആ ഫിക്സേറ്റീവ്സിനെ കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. അടുത്ത സ്റ്റെപ്പാണ് ഡീകാൽസിഫിക്കേഷൻ. പ്രത്യേക സ്പെസിമെനുകളിൽ മാത്രമേ ഡീകാൽസിഫിക്കേഷൻ ചെയ്യാറുള്ളൂ. അതായത് കാൽഷ്യം സോൾട്ട് നമുക്ക് റിമൂവ് ചെയ്യണം എന്നുള്ള ടിഷ്യൂസിൽ മാത്രം. എക്സാമ്പിൾ ബോൺ, ടീത്ത്, ദെൻ ഡാമേജ്ഡ് സെൽസ് ഇൻ ട്യൂബർക്കുലോസിസ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഡീകാൽസിഫൈങ് ഏജൻസിന് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അക്വസ് ഫോമിക് ആസിഡ്, അക്വസ് നൈട്രിക് ആസിഡ്, പെരനെയിൽ ഫ്ലൂയിഡ്സ്, എബിനർ ഫ്ലൂയിഡ്സ്, അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്, ചെലേറ്റിംഗ് ഏജൻറ്റ്സ്, ഇലക്ട്രോലൈറ്റ് ഡീകാൽസിഫിക്കേഷൻ, RDC, കാലക്സ്, അൾട്രാസോണിക് ഡീകാൽസിഫിക്കേഷൻ. ബൈ മീൻസ് ഓഫ് എ waxed thread, the tissue suspended in a decalcifying fluid, the fluid should be about 50 to 100 times greater than the volume of the tissue. സോ ഡീകാൽസിഫൈങ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യും? ഒരു വാക്സ്ഡ് ത്രെഡിൽ ടിഷ്യൂ ടൈ ചെയ്തതിന് ശേഷം അത് ഡീകാൽസിഫൈങ് ഫ്ലൂയിഡിൽ സസ്പെൻഡ് ചെയ്ത് വയ്ക്കുക. ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് ഏതാണോ അത് എടുത്ത ടിഷ്യൂവിൻ്റെ വോളിയത്തെക്കാളും 50 to 100 ടൈംസ് മോർ വോളിയം ആയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ഡെയിലി 1 തവണയോ 2 തവണയോ ഈ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ
നമുക്ക് ടിഷ്യൂ എന്ത് ചെയ്യാം, 70% ആൽക്കഹോളിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഈ 70% ആൽക്കഹോളിലേക്ക് ടിഷ്യൂവിനെ മാറ്റിയതിന് ശേഷം ഒരു 10 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് പല 70% ആൽക്കഹോൾ ചേഞ്ചസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ 70% ആൽക്കഹോളിൻ്റെ ലാസ്റ്റ് ചേഞ്ചിന് ശേഷം ഡീഹൈഡ്രേഷൻ പ്രോസസ്സിലേക്ക് ടിഷ്യൂവിനെ കൊണ്ടുപോകാം. അടുത്തത്, ഈ ഡീകാൽസിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, കംപ്ലീറ്റ് കാൽഷ്യം സോൾട്ടും റിമൂവ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് 3 മെത്തേഡ്സാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. 1 ഫിസിക്കൽ മെത്തേഡ്, 2 എക്സ്റേ മെത്തേഡ്, 3 കെമിക്കൽ മെത്തേഡ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ മെത്തേഡ്. This involves probing the tissue with a needle, knife or a nail but are not reliable and they damage the tissue and small pieces of bone may be undetected. ഫിസിക്കൽ മെത്തേഡിൽ പറയുന്നത് ജസ്റ്റ് നമ്മൾ ആ ടിഷ്യൂവിനെ നീഡിലോ നൈഫോ ഫിംഗർ നെയിലോ ഉപയോഗിച്ചൊന്ന് ടച്ച് ചെയ്ത് നോക്കുക, പ്രോബ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യും. മാത്രമല്ല ചെറിയ പീസ് ബോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ ഫിസിക്കൽ മെത്തേഡ് വഴി സാധിക്കില്ല. നെക്സ്റ്റ് മെത്തേഡാണ് എക്സ്റേ മെത്തേഡ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടോ, അത് റിമൂവ് ആയോ എന്ന് മനസ്സിലാക്കാൻ എക്സ്റേ മെത്തേഡ് വഴി സാധിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് കെമിക്കൽ മെത്തേഡ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് അമോണിയ വാട്ടറാണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അമോണിയ ഓക്സലേറ്റും അമോണിയം ഹൈഡ്രോക്സൈഡും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത സ്റ്റേജാണ് ഡീഹൈഡ്രേഷൻ. ഫിക്സേഷൻ കഴിഞ്ഞാൽ നേരെ ഡീഹൈഡ്രേഷനിലേക്കാണ് പോവുക. പക്ഷേ ഇടയ്ക്ക് ഇത്തരം ബോൺ, നെയിൽസ് ഇങ്ങനത്തെ സാമ്പിളൊക്കെ വരുവാണെങ്കിലാണ് ഡീകാൽസിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകും. സാധാരണ ടിഷ്യൂ ആണെങ്കിൽ ഫിക്സേഷന് ശേഷം നേരെ ഡീഹൈഡ്രേഷനിലേക്ക് വരും. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഫ്രീ വാട്ടർ ഫ്രം ഫിക്സ്ഡ് ടിഷ്യൂസ്. അപ്പം നമ്മുടെ ഫിക്സേഷന് ശേഷം വാട്ടർ കണ്ടൻറ്റ് ടിഷ്യൂവിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷന് യൂസ് ചെയ്യുന്ന ദ ബെസ്റ്റ് ഏജൻ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. കൂടാതെ അസറ്റോൺ, ഡയോക്സൈൻ ഓർ ഡൈഎത്തിലീൻ ഡയോക്സൈഡും ഉപയോഗിക്കാറുണ്ട്. ആദ്യം ഫിക്സേഷൻ കഴിഞ്ഞ ടിഷ്യൂ 50% ആൽക്കഹോളിലാണ് ഡിപ്പ് ചെയ്യുന്നത്. അതിനുശേഷം 70% ആൽക്കഹോൾ, ദെൻ 80% ആൽക്കഹോൾ ആൻഡ് ഫൈനലി അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിലാണ് ഇത് 1 hour ഈച്ച് ഡിപ്പ് ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്ലിയറിംഗ് ഓർ ഡീ ആൽക്കഹോളൈസേഷൻ. അപ്പോൾ കഴിഞ്ഞ ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പിൽ യൂസ് ചെയ്ത ആൽക്കഹോൾ കണ്ടൻറ്റ് എന്തെങ്കിലും റിമൂവ് ആകാതെ ഉണ്ടെങ്കിൽ അതിനെ വാഷ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ദ റിമൂവൽ ഓഫ് ആൽക്കഹോൾ ഫ്രം ബ്ലോക്സ് ഓർ സെക്ഷൻസ് ഓഫ് ടിഷ്യൂ ബൈ ഇമേഴ്സിംഗ് ദം ഇൻ എ ഫ്ലൂയിഡ് ദാറ്റ് വിൽ ഡിസോൾവ് ദ വാക്സ് വിത്ത് വിച്ച് ദ ടിഷ്യൂ മസ്റ്റ് ബി ഇംപ്രഗ്നേറ്റഡ്. ദ ഫ്ലൂയിഡ് ഇസ് ദ ആൻറ്റി മീഡിയം. ഈ ക്ലിയറിംഗ് ഫ്ലൂയിഡിനെ അപ്പോൾ നമുക്ക് ആൻറ്റി മീഡിയം എന്നും പറയും. A good clearing agent must be miscible with alcohol and wax, should remove alcohol quickly and clear rapidly without hardening the tissue. Clearing agentന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരിക്കണം? It should be miscible with the alcohol and wax and it should remove alcohol. നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിലുണ്ടായിരുന്ന ആൽക്കഹോളിനെ റിമൂവ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ സാമ്പിളിന് ഹാർഡനിങ് ഒന്നും വരാതെ വേണം ഈ ക്ലിയറിംഗ് പ്രോസസ്സ് ചെയ്യാൻ. ക്ലിയറിംഗ് ഏജൻസിന് എക്സാമ്പിൾസ് ആണ് ക്സൈലിൻ ഓർ ക്സൈലോൾ. സൈലിൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജൻറ്റ്. പിന്നെ ഉപയോഗിക്കുന്നത് ടൊലുവിൻ ഓർ ടൊലുവോൾ, ദെൻ ബെൻസീൻ, ക്ലോറോഫോം, സെഡാർവുഡ് ഓയിൽ. ഇതൊക്കെയാണ് ക്ലിയറിംഗ് ഏജൻസിന് എക്സാമ്പിൾസ്. ക്ലിയറിംഗ് കംപ്ലീറ്റ്സ് ഇൻ 1 hour. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇംപ്രഗ്നേഷൻ ആൻഡ് എംബഡിങ്. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? നമ്മൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ ടിഷ്യൂ സാമ്പിൾ എന്ത് ചെയ്യണം? ഒരു എംബഡിങ് മീഡിയത്തിനകത്ത് നമ്മളതിനെ പ്രിസർവ് ചെയ്ത് വെക്കണം. എംബഡിങ് മീഡിയമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാരഫിൻ വാക്സ് ആണ്. ഈ എംബഡിങ് മീഡിയത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മൈക്രോടോമിൽ വെച്ച് കട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകാവുന്നതാണ്. The specimen is surrounded with a mass or a block of embedding medium, thereby allowing the specimen to be handled and attached to the microtome. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എംബഡിങ് മീഡിയയാണ് പാരഫിൻ വാക്സ്. കൂടാതെ സെല്ലോയിഡിൻ ആൻഡ് എൽവിയൻ, ലോ വിസ്കോസിറ്റി നൈട്രോസെല്ലുലോസ്, ഇത് രണ്ടും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇതും കൂടാതെ വേറെ എംബഡിങ് മീഡിയാസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് എസ്റ്റർ വാക്സ്, കാർബോ വാക്സ്, പോളിസ്റ്റർ വാക്സ് ആൻഡ് മൈക്രോ crystalline wax. Then resins such as acrylic, epoxy resin and urea formaldehyde, gelatin and agar.
എങ്ങനെയാണ് പാരഫിൻ വാക്സ് ഇൻഫിൽട്രേഷൻ ഓർ പാരഫിൻ വാക്സ് ഇംപ്രഗ്നേഷൻ ചെയ്യുന്നത് നോക്കാം. പാരഫിൻ വാക്സ് is obtained by distillation of petroleum, coal or oil shale. അപ്പോൾ പെട്രോളിയം, കോൾ ഓർ ഓയിൽ ഷെയിലിൽ നിന്നും ഡിസ്റ്റിലേഷൻ വഴിയാണ് പാരഫിൻ വാക്സ് കിട്ടുന്നത്. പാരഫിൻ വാക്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 54 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് മോൾട്ടൺ അറ്റ് എ ടെമ്പറേച്ചർ 2 to 5 ഡിഗ്രി സെൽഷ്യസ് ഹയർ ദാൻ ദ മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇത് മോൾട്ടൺ സ്റ്റേജിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഈ 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതിൽ നിന്നും 2 ഡിഗ്രി ടു 5 ഡിഗ്രി ഹൈയിലാണ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കേണ്ടത്. When clearing is completed, the tissues are transferred to molten paraffin wax in the embedding oven. The molten wax diffuses into tissues to replace the clearing agent which diffuses into the surrounding medium. അപ്പോൾ ക്ലിയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടിഷ്യൂ നേരെ മോൾട്ടൺ പാരഫിൻ വാക്സിലേക്ക് എംബഡ് ചെയ്യും. അപ്പോൾ ക്ലിയറിംഗ് ഏജൻറ്റ് ഓൾറെഡി ടിഷ്യൂവിനുള്ളിലുണ്ടാവും. ദാറ്റ് ഇസ് സൈലിൻ. സൈലിനെ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിപ്ലേസ് ചെയ്ത് പകരം ഈ മോൾട്ടൺ പാരഫിൻ വാക്സ് ആ സ്പേസിലേക്ക് കയറിയിരിക്കും. Embedding is the process of casting the tissues in paraffin wax and allowing them to set to facilitate cutting of sections. പാരഫിൻ വാക്സിൽ ടിഷ്യൂവിനെ കാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംബഡിങ് എന്ന് പറയുന്നത്. എംബഡിങ്ങിന് ശേഷം മൈക്രോടോം ഉപയോഗിച്ച് സെക്ഷൻസ് എടുക്കാവുന്നതാണ്. എംബഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പലതരം മോൾഡ്സ് ഉപയോഗിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ല്യൂക്കാർഡ്സ് എംബഡിങ് മോൾഡ്. They consist of 2 pieces of L-shaped heavy metal such as brass and a base made of copper or brass or a plate glass. ല്യൂക്കാർഡ് എംബഡിങ് മോൾഡ് എന്ന് പറയുന്നത് 2 L-shaped മെറ്റൽസ് കണക്ട് ചെയ്തുകൊണ്ടൊരു സ്ക്വയർ ഫോം ചെയ്യും. ആ സ്ക്വയറിനകത്ത് ടിഷ്യൂ വെച്ചിട്ടാണ് പാരഫിൻ വാക്സ് മെൽറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഒഴിക്കുന്നത്. അതായത് മറ്റ് മോൾഡ്സ് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ട്രേസ്, വാക്സ്ഡ് പേപ്പർ കപ്പ്, ഗ്ലാസ് ഓർ മെറ്റൽ പെട്രി ഡിഷസ്, വാഷ് ഗ്ലാസ്. ഇതൊക്കെ പലതരം മോൾഡ്സ് ആണ്. ഇത്തരം മോൾഡ്സിൽ ടിഷ്യൂ വെച്ച് പാരഫിൻ വാക്സ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്കതിനെ ഒന്നുകിൽ കോൾഡ് വാട്ടറിലോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലോ കീപ്പ് ചെയ്യാം. എന്നാലേ അത് സോൾഡിഫൈ ആവത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സെക്ഷൻ കട്ടിങ്. ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു കട്ട് തിൻ സെക്ഷൻസ് ആർ കോൾഡ് മൈക്രോടോം. അപ്പോൾ പാരഫിൻ വാക്സിൽ എംബഡ് ചെയ്ത ടിഷ്യൂവിനെ മൈക്രോടോം ഉപയോഗിച്ചുകൊണ്ടാണ് തിൻ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. The first truly mechanical microtome was perhaps the sliding microtome devised by Adams in 1798. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ച മൈക്രോടോം എന്ന് പറയുന്നത് സ്ലൈഡിംഗ് മൈക്രോടോം ആണ്. ഇത് ഡിവൈസ്ഡ് ബൈ ആഡംസ് ഇൻ 1798. 4 to 6 മൈക്രോമീറ്റർ തിക്ക് ടിഷ്യൂ സെക്ഷനാണ് മൈക്രോടോമിലൂടെ സാധാരണ കട്ട് ചെയ്യുന്നത്. ടിഷ്യൂ ഫ്ലോട്ടേഷൻ ബാത്ത്. The cut sections are floated on a warm water bath to remove the wrinkles. മൈക്രോടോമിലൂടെ കട്ട് ചെയ്ത് വരുന്ന ടിഷ്യൂസ് പതുക്കെ ടിഷ്യൂ ഫ്ലോട്ടേഷൻ ബാത്തിലേക്ക് മാറ്റുന്നു ടു അവോയ്ഡ് ദ റിങ്കിൾസ്. ഫ്ലോട്ടേഷൻ ബാത്തിൽ വെച്ച് തന്നെയാണ് ടിഷ്യൂ സെക്ഷൻ പതുക്കെ സ്ലൈഡിലേക്ക് മാറ്റുന്നത്. കട്ടിങ് കഴിഞ്ഞു. ഇനി സെക്ഷൻ അഡ്ഹസീവ് എന്തിനാണെന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദ സെക്ഷൻസ് ഓൺ ദ സ്ലൈഡ്. അപ്പോൾ സ്ലൈഡിൽ സെക്ഷൻസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ സെക്ഷൻ അഡ്ഹസീവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ആൽബുമിൻ സൊല്യൂഷൻ ഓർ മേയേഴ്സ് എഗ് ആൽബുമിൻ, സ്റ്റാർച്ച് പേസ്റ്റ് ഓൺ ജെലാറ്റിൻ. ഇതൊക്കെയാണ് അഡ്ഹസീവായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെയിനിങ്. ദിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി ഗീവ് കളർ ടു എ സെക്ഷൻ. അപ്പോൾ നമ്മളിപ്പം മൈക്രോടോമിലൂടെ കിട്ടിയ ടിഷ്യൂ സെക്ഷന് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത്. ഏറ്റവും കോമണസ്റ്റ് ഹിസ്റ്റോപത്തോളജി സ്റ്റെയിൻ എന്ന് പറയുന്നത് H&E സ്റ്റെയിൻ ആണ്. ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ. നെക്സ്റ്റ് ഇസ് മൗണ്ടിങ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് പ്രിസർവ് ദ സ്റ്റെയിൻഡ് ടിഷ്യൂ സെക്ഷൻ. ഇറ്റ് പ്രൊവൈഡ് ബെറ്റർ ഓപ്റ്റിക്കൽ ക്വാളിറ്റി ഫോർ വ്യൂവിംഗ് അണ്ടർ മൈക്രോസ്കോപ്പ്. സ്റ്റെയിൻഡ് ടിഷ്യൂ സെക്ഷൻ്റെ പ്രൊട്ടക്ഷനും പ്രിസർവേഷനും വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് മൗണ്ടിങ്. മൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കുറച്ചുകൂടെ നല്ല ഒപ്റ്റിക്കൽ ക്വാളിറ്റി കിട്ടുന്നതാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൗണ്ടൻറ്റിൻ്റെ എക്സാമ്പിളാണ് DPX, ഡിസ്ട്രീൻ, ഡൈബ്യൂട്ടൈൽ, താലേറ്റ്, സൈലി.